കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. വെള്ളയപ്പത്തിനൊപ്പം പുട്ടിനൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്: 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 മുട്ട. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി പൊട്ടിച്ച് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും വേപ്പിലയും ഇത്തിരി ഉപ്പും കൂടി നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് രണ്ടും കൂടി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സമയത്ത് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതിലേക്ക് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് അപ്പോൾ നമ്മളുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുൻവശം മാത്രം ഒന്ന് പ്ലസ്സായിട്ട് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.